ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് വലിയ തോതിൽ വോളറ്റൈൽ മാർക്കറ്റായി മാറി. US മാർക്കറ്റിനെ പോലെ തന്നെ ഇന്നലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഒരു സെൽ ഓഫ് പോലും കാണാതെ കണ്ടിന്യൂസ് റാലി. ഇന്ന് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാതെ തന്നെ സെൻസെക്സ് 1000 പോയിന്റിലേറെ ഫോൾ രേഖപ്പെടുത്തി. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാക് ടെൻഷൻ എല്ലാം തന്നെ ഈസിയായി പൂർണ്ണമായിട്ട് മാറി എന്ന് വേണം പറയാൻ. സ്കൂള് കോളേജുകളെല്ലാം തന്നെ ആ ഭാഗത്തുള്ള ഇതെല്ലാം തന്നെ ഓപ്പൺ ചെയ്തു. ഉന്നത തല ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. PM മോഡി ഇന്നലെ ജനത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചു. ഡിഫൻസ് മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന നമ്മളുടെ ഡിഫൻസ് ഉപകരണങ്ങൾ ഇനിയിപ്പോൾ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിക്കും. ഇന്ത്യനെ ഒരു ഡിഫൻസ് എക്സ്പോർട്ട് ഹബ്ബായിട്ട് മാറ്റും എന്നുള്ള നമ്മളുടെ ചിന്ത, ഏറെ നാളുകളായിട്ട് ഉള്ള നമ്മളുടെ ചിന്ത, അതിനൊരു ശക്തി പ്രാപിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകൾ കണ്ടു. ഡിഫൻസ് സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ളൊരു ബൈയിങ് നമ്മൾ കണ്ടു. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US ചൈന ട്രേഡ് വാറുകളെല്ലാം തന്നെ അത് അവസാനിച്ച മട്ടാണ്. എന്നാൽ US യൂറോപ്പ് ഇവർ തമ്മിലുള്ള ട്രേഡ് ഡിസ്കഷൻസ് എല്ലാം തന്നെ ഈ വീക്ക് അത് ഓൺഗോയിങ് ആയിട്ട് നടക്കും. അപ്പോൾ അതും രമ്യതയിൽ വരാണെങ്കിൽ ട്രംപ് ഉണ്ടാക്കി വെച്ച ആ ഒരു ഫിയർ പൂർണ്ണമായിട്ട് തന്നെ മാറപ്പെടും. കൂടാതെ തന്നെ ഉക്രൈൻ റഷ്യ വാർ അതും ട്രംപിൻ്റെ തന്നെ മധ്യസ്ഥതയിൽ തീരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. തുർക്കിയെല്ലാം തന്നെ മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. ഇന്ത്യ പാക് വാറിൻ്റെ മധ്യസ്ഥതയുടെ ക്രെഡിറ്റ് ട്രംപ് എടുക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും നമ്മളത് ശക്തമായിട്ട് മറ്റുള്ള രാജ്യത്തിൻ്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം ഇല്ലാതെ തന്നെ ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി ലോക രാജ്യങ്ങൾക്ക്. മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് കണ്ടത് ഓവർനൈറ്റ് US മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത്. ഗോൾഡ്മാൻ സാക്കെല്ലാം തന്നെ ചെയ്യുടെ GDP ഫോർകാസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ US-ൻ്റെയും ഫോർകാസ്റ്റ്, മാർക്കറ്റിൻ്റെ S&P 500 ഫോർകാസ്റ്റ് ഗോൾഡ്മാൻ സാക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഭാരത് ഇലക്ട്രോണിക് കമ്പനി, ഹീറോ മോട്ടോ കോർപ്പ്, ജിയോ ഫിനാൻസ് തുടങ്ങിയ കമ്പനീസ് നേട്ടം കൈവരിച്ചപ്പോൾ ഇൻഫോസിസ്, HCL ടെക്, IT, TCS മുൻനിര IT മേഖലയിലുള്ള കമ്പനീസിൽ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. സൊമാറ്റോയിലും ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ കാണാൻ സാധിക്കും. US ഫ്യൂച്ചർ 197 പോയിന്റ് മൈനസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതിന് താഴെയുള്ള US ഫ്യൂച്ചർ ഓൾമോസ്റ്റ് മിഡിലാണ്. ഏറ്റവും അതിന് താഴെയുള്ള ഇന്ത്യ വിക്സ് കാണാം കൊളാപ്സായി. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളിൽ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് പോകുന്നത്. ഇന്നലെയും അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ചൈന US ട്രേഡ് വാറുകളെല്ലാം തന്നെ സ്റ്റോപ്പ് ആയതിൽ പ്രത്യേകിച്ചൊരു പോസിറ്റീവ് റിയാക്ഷനും കണ്ടില്ല. കാരണം അവരായിട്ടുള്ള ചർച്ചകൾ വരാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ മാർക്കറ്റ് ഇന്നും ഇന്നലെയും ഒരു കൺസോൾട്ടേഷൻ റേഞ്ചാണ്. ഏറ്റവും മുകളിലേക്ക് പോകുകയാണെങ്കിൽ നിക്കി ജപ്പാൻ മാർക്കറ്റ് ശക്തമായ റാലി. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവായി ക്ലോസ് ചെയ്തു. ഗോൾഡ് ഇന്ന് $18 ഉയർന്നിട്ടുണ്ട്. $3253 ആയി. ബിറ്റ്കോയിനും $1000 എന്ന നിലയിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെയും നിൽപ്പ്. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. US ഫ്യൂച്ചർ ഇന്നലെ 1000 പോയിന്റ് റാലി രേഖപ്പെടുത്തിയത് കൊണ്ട് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ വിത്ത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ട്. ഗോൾഡ് ഇന്നലെ $100 ഇടിഞ്ഞു. ഇന്ന് ചെറിയ രീതിയിൽ കയറി വരുന്നുണ്ട്. ബിറ്റ്കോയിൻ ഇന്റർനാഷണൽ മാർക്കറ്റിൽ 1,35,065 എന്ന റേഞ്ചിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 1,00,000 മുകളിലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ കനത്തൊരു സെൽ ഓഫ് കണ്ടു നമ്മൾ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഒരു നില. വിക്സ് എല്ലാം തന്നെ കൊളാപ്സായി. പ്രീമിയം എല്ലാം തന്നെ കൊളാപ്സായി. ഇപ്പോൾ പുട്ട് സൈഡിലൊന്നും തന്നെ പ്രീമിയം ഇല്ല. കോൾ സൈഡിലാണ് ഇപ്പോൾ പ്രീമിയം ഉള്ളത്. പക്ഷേ കോൾ സൈഡിൽ ഇപ്പോൾ പ്രീമിയം ഹൈ ആയത് കൊണ്ട് ഇപ്പോൾ കോൾ സൈഡിൽ ഷോർട്ട് ചെയ്യാനൊക്കെ ആളുകൾക്ക് വളരെയധികം പേടിയാണ്. കാരണം 900 പോയിന്റിൻ്റെ ഒരു ഇടിവ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ജസ്റ്റിഫൈബിൾ ആണ്. കാരണം മാർക്കറ്റ് ഇടിയുമ്പോൾ എല്ലാ ആൾക്കാരും പാനിക് സെല്ലിംഗ് ഉണ്ടാവും, മാർക്കറ്റ് ഇടിയും. ഒരു 900 പോയിന്റ് റാലി എന്ന് പറയുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ല. നിഫ്റ്റി തന്നെ അതിൻ്റെ സിംഗിൾ ഡേ ഏറ്റവും ഹയസ്റ്റ് സിംഗിൾ ഡേ റാലിയിൽ ഒരു ദിവസം ഇന്നലെ ഉണ്ടായിട്ടുള്ളത് 900 പോയിന്റ്. അപ്പോൾ അത് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകളുടെ ക്യാപിറ്റൽ തന്നെ വാനിഷായി പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. എസ്പെഷ്യലി ഓപ്ഷൻ റൈറ്റേഴ്സിന്
ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. സ്വിഗ്ഗി ഇന്ന് ഫോൾ ആയിട്ടുണ്ടായിരുന്നു. സ്വിഗ്ഗി പ്രധാനമായിട്ടും ഇവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാം തന്നെ 738 മില്യൺ വർത്ത് വരുന്ന ഷെയറുകൾ ലോക്കിംഗ് പീരീഡ് പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് സ്റ്റോക്ക് ഇന്ന് ഫോൾ ആയത്. NIT കമ്പനി നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്നു എന്നുള്ള ന്യൂസ്. ഹീറോ മോട്ടോ കോർപ്പ് നെറ്റ് പ്രോഫിറ്റ് അവർ 1081 കോടി രൂപയെ ആണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അത് 6.4% നെറ്റ് പ്രോഫിറ്റ് വർധനവ് ഉണ്ടായിട്ടുണ്ട്. കമ്പനി 65 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. IIFL ഫിനാൻസ് കമ്പനി HSBC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. പിരമൽ ഫാർമ കമ്പനി ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ US ഇവരുടെ പ്രവർത്തനം എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഏകദേശം $90 മില്യൺ മുടക്കി ഇവരുടെ പ്ലാന്റുകൾ US എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. പവർമക്ക് കമ്പനി 972 കോടി രൂപയുടെ ഓർഡർ തെലങ്കാനയുടെ ഭാഗത്ത് കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള ന്യൂസ്. സൈമൻസ് കമ്പനി 803 നിന്ന് 580 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ആദിത്യ ബിർള ക്യാപിറ്റൽ 1250 കോടി രൂപയിൽ നിന്ന് 890 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. നിതിൻ സ്പിന്നേഴ്സ് കമ്പനി ടെക്സ്റ്റൈൽ രംഗത്തുള്ള കമ്പനിയാണ്. 39 കോടി രൂപയിൽ നിന്ന് 46 പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി 3 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഗെയിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 39% ക്വാർട്ടർ ടു ക്വാർട്ടർ അടിസ്ഥാനത്തിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. കമ്പനി 6 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. പട്ടേൽ എഞ്ചിനീയറിംഗ് കമ്പനി 123 കോടി രൂപയിൽ നിന്ന് 33 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. സ്റ്റോക്ക് നിന്ന് 7% ഫോൾ രേഖപ്പെടുത്തി. സിപ്ല 940 കോടി രൂപയിൽ നിന്ന് 1220 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. 16 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. താജ് ഹോട്ടൽ 25 കോടി രൂപയിൽ നിന്ന് 34 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഡൈനാമിക് കേബിൾ കമ്പനി 13 കോടി രൂപയിൽ നിന്ന് 23 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സ്റ്റോക്ക് നിന്ന് 20% UC പോയിട്ടുണ്ട്. അനൂപ് എഞ്ചിനീയറിംഗ് കമ്പനി 23 കോടി രൂപയിൽ നിന്ന് 29 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയതായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഇന്നലെ നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹോട്ടൽ കമ്പനീസും അല്ലെങ്കിൽ എയർലൈൻസ് കമ്പനീസും എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു. കാരണം ഈ ടൂറിസം മേഖലയിലൊരു കൺസേൺ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് മാറി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇത്തവണ ടൂറിസ്റ്റുകളെ ഇതിനു മുമ്പ് അങ്ങനെ ആക്രമണം വിധേയരായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ടൂറിസ്റ്റുകളെ ആക്രമിച്ചിട്ടുള്ളത് ആ ഒരു മേഖലയിൽ വലിയ തോതിൽ ടൂറിസം വളർന്നു വന്നിരുന്നു. അപ്പോൾ അത് ആളുകളുടെ പേടിയൊക്കെ മാറി വീണ്ടും ആളുകൾ ട്രാവലൊക്കെ തുടങ്ങാനായിട്ട് കുറച്ച് സമയമെടുക്കും. പക്ഷേ ഒരു സെൻറ്റിമെൻറ്റ്സ്, പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് എൻ്റയർ ടൂറിസം രംഗത്തുള്ള കമ്പനീസിന് ഇന്നലെ ഗുണകരമായി, ഏവിയേഷൻ കമ്പനീസിനും ഗുണകരമായി. പക്ഷേ ഇന്ന് നമ്മൾ രാവിലെ കണ്ട ന്യൂസ് 32 അടച്ച ഈ ഒരു എയർപോർട്ടുകളെല്ലാം തന്നെ തുറന്നിരുന്നു. പിന്നെ വീണ്ടും ഒരു സെക്യൂരിറ്റി കൺസേൺ കാരണം വീണ്ടും അത് താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ നമ്മളുടെ DGCയുടെ എല്ലാം തന്നെ അപ്രൂവൽ കിട്ടിയതിന് ശേഷമൊക്കെ ആയിരിക്കും, ഏവിയേഷൻ മിനിസ്ട്രിയുടെ എല്ലാം തന്നെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം അതും ഓപ്പൺ ആവും. മാർക്കറ്റിൽ എപ്പോഴും വളരെ കോഷ്യസ് ആയിട്ട് തന്നെ നിലകൊള്ളുക, ക്യാപിറ്റൽ നമ്മൾ കളയാതിരിക്കുക. ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പ്രോഫിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. നാളെ രാവിലെ 7:00 കാണാം. താങ്ക് യു ഓൾ.